H1B വിസ പ്രശ്നത്തിൽ കുറച്ചൊക്കെ ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നു എന്ന് കരുതി പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ നിലവിൽ വിസ ഉള്ള ആളുകൾക്ക് ഈ പുതിയ ഉത്തരവ് ബാധകമല്ല എന്നാണ് വൈറ്റ് ഹൗസ് അറിയിച്ചിരിക്കുന്നത്. അതായത് വെള്ളിയാഴ്ച വൈകിട്ടാണ് ഈ ഉത്തരവ് വരുന്നത്. ഉത്തരവനുസരിച്ച് H1 വിസ പുതുക്കാൻ ഓരോ തവണ ചെല്ലുമ്പോഴും അതിന് പൈസ കൊടുക്കണം, $1,00,000 വീതം കൊടുത്തിരിക്കണം. അല്ലാതെ ഇത് പുതുക്കാൻ പറ്റില്ല. ഈ ഇന്ത്യക്ക് പുറത്തുനിന്നുള്ളവർ ഇങ്ങോട്ട് വരുമ്പോഴും ഇതെല്ലാം കൊടുക്കേണ്ടി വരും എന്നാണ് ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. ഉത്തരവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഉത്തരവിൽ നിന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയത് അതനുസരിച്ചാണ് അഡ്വക്കേറ്റുമാരും അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് പോലുള്ള കമ്പനികളും അവരുടെ ജോലിക്കാരോട് രാജ്യത്തിന് പുറത്തു പോയിരിക്കുന്ന ആളുകളോട് സെപ്റ്റംബർ 21 മുമ്പ്, 21 ഇന്നാണ്, അപ്പോൾ ഇന്നലെ അർദ്ധരാത്രിക്ക് മുമ്പ് ഇവിടെ എത്തണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ പലരും നാട്ടിലേക്കുള്ള യാത്രയിൽ പകുതി വഴിക്കായിരുന്നു. ചിലർ ദുബായിൽ യാത്ര മുടക്കിയിട്ട് ഇറങ്ങിയിട്ട് ടിക്കറ്റ് കിട്ടാൻ വേണ്ടി പരക്കം പാഞ്ഞു. വേറെ ചിലർ BBC ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാഗപ്പൂരിൽ പോയ ഒരു വ്യക്തി, അയാളുടെ പിതാവിൻ്റെ അടിയന്തരത്തിനെന്തോ പോയതാണ്. അയാളിങ്ങനെ ഇത് കേട്ട് അത്യാവശ്യത്തിന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഏതാണ്ട് $8,000 മുടക്കിയെന്നാണ് പറയുന്നത്. $8,000 മുടക്കി ടിക്കറ്റ് എടുത്താണ് അയാൾക്ക് തിരിച്ചു വരാനായിട്ട് കഴിഞ്ഞത്. അങ്ങനെ ആളുകൾ നാനാവിധത്തിൽ വലഞ്ഞു, അക്ഷരാർത്ഥത്തിൽ വലഞ്ഞു എല്ലാവരെയും. ഇനി പുറത്തേക്ക് യാത്ര ചെയ്യാത്ത ആളുകൾ കൂടി ഇതെന്താവും എന്നുള്ളൊരു സ്ഥിതിയിൽ ആശങ്കപ്പെട്ടു. ഇവിടെയുള്ളവർ നമുക്കറിയാം 7 ലക്ഷത്തിലധികം പേര് ഈ H1 വിസയിൽ വന്നിട്ട് ഗ്രീൻ കാർഡിന് വേണ്ടി കാത്തിരിപ്പുണ്ട്. അവർ ഓരോ വർഷവും വിസ പുതുക്കുകയാണ് 6 വർഷത്തിന് ശേഷം. അപ്പോൾ ഓരോ വർഷവും പുതുക്കുമ്പോൾ $1,00,000 വീതം കൊടുക്കണമെങ്കിൽ എങ്ങനെ കൊടുക്കുമെന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. ചുരുക്കം ചിലർക്ക് കൊടുക്കാൻ കഴിയുമായിരിക്കും, പക്ഷേ എത്ര പേർക്ക് കഴിയും? അപ്പോൾ അങ്ങനെയുള്ള ഒരു കാർമേഘമാണ് ഒഴിഞ്ഞു പോയത്. അപ്പം ഈ വൈറ്റ് ഹൗസിൻ്റെ വിശദീകരണക്കുറിപ്പ് പ്രകാരം ഈ അടുത്ത വിസ ലോട്ടറിക്ക് ശേഷമാണ് ഇത് നടപ്പിൽ വരാൻ പോകുന്നത്. അടുത്ത വിസ ലോട്ടറി എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും വിസയ്ക്ക് അപേക്ഷ ക്ഷണിക്കുന്നത് ഏപ്രിൽ 1 ഏപ്രിൽ 1 ക്ഷണിച്ച് ആ വിസ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അവർ ജോലി തുടങ്ങുന്നത് ഒക്ടോബർ 1 അടുത്ത സാമ്പത്തിക വർഷമാണ് അവർ ജോലി തുടങ്ങുന്നത് 2026. ഇപ്പം ഈ അടുത്ത മാസം ഒക്ടോബർ 1 ജോലിക്ക് കയറുന്നവർ അവർ ഏപ്രിലിൽ അപേക്ഷിച്ചു, അവരുടെ വിസ എല്ലാം ശരി, അവർക്ക് ലോട്ടറിയിൽ വിജയിച്ചു. അതിനുശേഷം വിസയെല്ലാം കിട്ടിയതിന് ശേഷം ഒക്ടോബർ 1 അവർക്ക് ജോലിക്ക് കയറാം. അപ്പോൾ അവർക്കും പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. ഇതുവരെ അപേക്ഷിച്ച് ആർക്കും പ്രശ്നമില്ല എന്നാണ് ആ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്നവർക്കാണ്, അത് അടുത്ത വർഷത്തെ കാര്യമാണ്. അതിനിപ്പോഴേ കടന്ന് ഇത്ര പെട്ടെന്ന് ആ നിയമം കൊണ്ടുവന്നിട്ട് ഒരു ദിവസം കൊണ്ട് ആളുകളെല്ലാം തിരിച്ചു വരണം എന്നുള്ള രീതിയിലുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം നിയമം നടപ്പാക്കുന്നത് അടുത്ത വർഷം ആദ്യമാണെങ്കിൽ ഈ തിരക്കിൻ്റെ ആവശ്യം എന്തായിരുന്നു? അടുത്ത സീസൺ തൊട്ട്, അടുത്ത ലോട്ടറി സീസൺ തൊട്ട് എന്നാണ് എന്ന് പറയേണ്ടതേ ഉള്ളൂ. ഇന്ന് മുതൽ ഇത് നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് പറയേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിൽ ഈ ലോട്ടറിക്ക് ശേഷം അപ്പോൾ ലോട്ടറി പിന്നെയും ഉണ്ടാവും. ഈ $1,00,000 മുടക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി അത് മുടക്കിയിട്ട് ഒരുപാട് പേര് വരികയാണെങ്കിൽ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ലോട്ടറി മൂലം തിരഞ്ഞെടുക്കാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു. ആ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും അതിനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. കാരണം ഈ $1,00,000 ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ, ഒരാൾക്ക് കെട്ടിവെക്കണമെങ്കിൽ ഒരു 100 പേർക്കാകുമ്പോൾ $100,00,000, അതായത് 10 മില്യൺ. അപ്പോൾ ഒരു 1000 പേർക്കാണെങ്കിൽ 100 മില്യൺ. എത്ര കമ്പനികൾക്ക് പറ്റും? മൈക്രോസോഫ്റ്റിനോ അല്ലെങ്കിൽ ഗൂഗിളിനോ ഒക്കെ പറ്റുമായിരിക്കും. അല്ല, TCSഉം ഇൻഫോസിസിനും ഒക്കെ അവർക്കും പറ്റും. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും എന്ന് വന്നാൽ അവർ ചെയ്യുമെന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. ആകെയുള്ളത് ഒരു തവണയാണെങ്കിൽ ഇപ്പോൾ 6 വർഷത്തേക്ക് കിട്ടുകയും ചെയ്യുമെങ്കിൽ ഓരോ വർഷവും ഈ വിസ മേടിക്കുന്ന ആൾ അയാളോട് മാസം ഒരു വർഷം ഒരു $15,000 വെച്ച് അയാളുടെ ശമ്പളത്തിനും കട്ട് ചെയ്താൽ മതി. അപ്പോൾ $1,00,000 ഉണ്ടാക്കി അത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല കമ്പനികൾക്ക്, പ്രത്യേകിച്ച് ഈ വമ്പൻ കമ്പനികൾക്ക്. ചെറുകിട കമ്പനികൾക്ക് പക്ഷേ ഒരേ സമയത്ത് ആദ്യം തന്നെ $1,00,000 അവർ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമാകും. അപ്പോൾ അവരാരും ഈ H1 വിസയ്ക്ക് പോയി എന്ന് വരില്ല. പക്ഷേ വമ്പൻ കമ്പനികളൊക്കെ നമുക്കറിയാം, ബൈപ്പാസ് ചെയ്യാനായിട്ട് നൂറുകണക്കിന് വിദ്യകൾ നമ്മുടെ കമ്പനികൾക്കും അറിയാം, അറ്റോർണിമാർക്കും അറിയാം, നമ്മുടെ ആളുകൾക്ക് അതിനേക്കാൾ നന്നായിട്ട് അറിയാം. ഈ സിസ്റ്റത്തിൽ ഏതെങ്കിലും ലൂപ്പുകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ മുതലാക്കിയെടുക്കാവുന്ന അത് മുതലാക്കാൻ ഏറ്റവും വിദഗ്ധരായ ആളുകളാണ് നമ്മളൊക്കെ. അക്കാര്യത്തിൽ സന്ദേഹമൊന്നുമില്ല. അപ്പോൾ സർക്കാരിന് ഏതായാലും $1,00,000 വെച്ച് കാശ് കിട്ടുമെന്നുള്ളത് നേര് തന്നെ. പക്ഷേ ആളുകളുടെ ഒഴുക്ക് കുറയുമോ ഇല്ലയോ ഉള്ളതാണ് നമുക്കിനി അറിയേണ്ടിയിരിക്കുന്നത്. ഒഴുക്ക് കുറയാനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ വിദ്യ തന്നെ ഇപ്പോൾ 6 വർഷത്തേക്ക് $1,00,000 കൊടുത്ത്
ഒരാളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 6 വർഷം അയാളെ ഉപയോഗിക്കാമെങ്കിൽ അയാളുടെ ശമ്പളത്തിനൊരു ചെറിയൊരു പിന്നെ കുറവ് വരുത്തിയാൽ മതി. $15,000 വെച്ച് പിന്നെ ഓരോ വർഷവും പിന്നെ വെച്ചാൽ തന്നെ 6 വർഷം കൊണ്ട് ആ കാശിങ് തിരിച്ചു പോരും കമ്പനികൾക്ക്. അപ്പോൾ അതൊരു വലിയ പ്രയാസമുള്ള ഒരു കാര്യമായി തീരില്ല. എന്ന് മാത്രമല്ല, ഇപ്പം ഈ ശമ്പളം 2 ലക്ഷമോ 3 ലക്ഷമോ ഒക്കെ ആണെങ്കിൽ അവർക്ക് ഈ $1,00,000 അവരുടെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യുന്നത് പോലും അവർക്ക് പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ഒരു വർഷത്തെ കാര്യമേ ഉള്ളൂ. പിന്നെ അടുത്ത വർഷത്തേക്ക് അത് പിന്നെ പ്രശ്നവുമല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ വന്നാലും ഈ ഉത്തരവ് കൊണ്ട് സർക്കാരിന് കുറച്ച് കാശ് കിട്ടുമെന്നുള്ളതല്ലാതെ ആളുകളുടെ ഒഴുക്ക് കുറയുമെന്ന് കരുതാനായിട്ടുള്ളൊരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല. ഇപ്പം എൻട്രി ലെവലിൽ ആളുകൾ വരാതിരിക്കാനാണ് സർക്കാർ ഈ നോക്കുന്നത്. അത് തന്നെയല്ല, ശമ്പളം കുറയ്ക്കാതിരിക്കാൻ ഈ അമേരിക്കയിലെ ആളുകൾക്ക് കൊടുക്കുന്ന അതേ ശമ്പളം തന്നെ ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്കും കൊടുത്തിരിക്കണം. അതിന് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനോട് കൃത്യമായിട്ട് ആ ശമ്പളത്തിൻ്റെ ഘടന നിശ്ചയിക്കാനും ശമ്പളത്തിൻ്റെ പിന്നെ തോത് നിശ്ചയിക്കാനും അത് എല്ലാവർക്കും ലഭ്യമാകുമെന്ന് ഉറപ്പുവരുത്താനും ഒക്കെ ഉത്തരവിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ശമ്പളം കുറയ്ക്കാൻ പറ്റില്ല, പിന്നെ കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മേടിക്കാനോ ഒക്കെ പറ്റും. ശമ്പളം കുറയ്ക്കുക, ആ കുറഞ്ഞ ശമ്പളത്തിന് ആളുകളെ കൊണ്ടുവരാനായിട്ട് പറ്റുന്ന ഒരു സ്ഥിതി ഇല്ല. എന്ന് കരുതി നമ്മുടെ ആളുകൾ അതിനെ ബൈപ്പാസ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്യും. പക്ഷേ എന്തായാലും അടുത്ത വർഷമേ ഇത് നടപ്പിലാവുന്നുള്ളൂവെങ്കിൽ ഈ തിരക്ക് പിടിച്ച് നമ്മളൊക്കെ ആശങ്കപ്പെട്ടതും ആകുലപ്പെട്ടതും വെറുതെയായി എന്നാണ് ഇപ്പോൾ കരുതേണ്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വലിയ ഫാളൗട്ട് ഇന്ത്യയിലാണുള്ളത്. ഇന്ത്യയിൽ പിന്നെ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ യുവജനതയും എല്ലാം ഈ ഉത്തരവ് പിടിച്ചു കുലുക്കി എന്നുള്ളതാണ് സത്യം. ഈ താരിഫ് പ്രശ്നത്തിൽ തന്നെ അമേരിക്ക അടഞ്ഞു നിൽക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല. വരുന്നതിനൊക്കെ 50% താരിഫ് കൊടുക്കണമെന്ന് പറഞ്ഞതോടുകൂടി ഇവിടുന്നുള്ള പല കമ്പനികളും ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിന് തയ്യാറല്ല. കാരണം വില കൂടും. അതേ സാധനം തന്നെ അവർക്ക് വേറെ എവിടുന്നെങ്കിലും വാങ്ങിച്ചാൽ വില കുറഞ്ഞ് കിട്ടും. 50% പിന്നെ ഇരട്ടി വില കൊടുത്ത് 1.5 ഇരട്ടി വില കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ പലതും തുണിത്തരങ്ങൾ, പിന്നെ കിറ്റക്സിൻ്റേതടക്കം തുണിത്തരങ്ങൾ, ഡയമണ്ട്, പിന്നെ നമ്മുടെ ചെമ്മീൻ, അങ്ങനെ നാനാതരത്തിലുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ കെട്ടിക്കിടക്കുന്നു. അതെല്ലാം ഇങ്ങോട്ട് വരാൻ പറ്റാതെ അപ്പം ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇത് ബാധിക്കുന്നത്. പിന്നെ ആകപ്പാടെ ഒരു ഗുണം, ഇന്ത്യയിൽ ഈ പാവപ്പെട്ടവരെയാണ് ഇതെല്ലാം ബാധിക്കുന്നത്, സാധാരണക്കാരെയാണ് ഇത് ബാധിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയക്കാരോ നമ്മുടെ ഉദ്യോഗസ്ഥരോ നമ്മുടെ പണക്കാരോ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടേതായൊരു ലോകത്താണ് ജീവിക്കുന്നത്. ഇനി നമുക്കറിയാം ഇന്ത്യയിലെ ഒരു സ്ഥിതി, ഈ വരേണ്യവർഗം അവർ ആ ഗേറ്റഡ് കോളനിയിൽ പിന്നെ അവർ സുഖവാസം നയിക്കുന്നു. അവർക്ക് സാധാരണ ജനങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. അവരുടെ പോഷ് കാറിൽ വരുന്നു, അവർക്ക് ഷോഫർ ഉണ്ടാവും, പിന്നെ ശിപായിമാരുണ്ടാവും, പിന്നെ വമ്പൻ ഗേറ്റ് ഉണ്ടാവും. അവർ പോകുന്നു വരുന്നു, അവരുടെ കാര്യങ്ങളെല്ലാം അതുപോലെ നടക്കുന്നു. അപ്പം സാധാരണ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. രാഷ്ട്രീയക്കാരുടെ കാര്യവും ഏകദേശം അതുപോലെ തന്നെ. ഇനി രാഷ്ട്രീയക്കാരിൽ പാവപ്പെട്ട രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ പാവപ്പെട്ടവൻ രാഷ്ട്രീയക്കാരനായിട്ട് നേതൃത്വത്തിൽ വന്നാൽ അവൻ്റെയും ലക്ഷ്യം എങ്ങനെയും പണമുണ്ടാക്കി ആ പിന്നെ കമ്മ്യൂണിറ്റിയിൽ എത്തിപ്പെടണം. ഈ വമ്പൻ കമ്മ്യൂണിറ്റിയിൽ, പണക്കാരുടെ സമൂഹത്തിൽ എത്തിപ്പെടണം. കേരളത്തിൽ തന്നെ നല്ല ഉദാഹരണമാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയുടെയൊക്കെ സാധാരണക്കാരായിരുന്ന നേതാക്കന്മാർ അവർ നേതൃത്വത്തിലെത്തി, അവർ കാശുണ്ടാക്കി, അവരും വരേണ്യവർഗമാകുകയാണ് ചെയ്യുന്നത്, പണക്കാരുടെ വർഗമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരാ തൊഴിലാളി വർഗത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് അവരവരുടെ കാര്യം നോക്കുന്നു. അപ്പോൾ അതാണ് ഇന്ത്യയുടെ ഒരു ദുരവസ്ഥ എന്ന് നമുക്ക് പറയാം. സാധാരണക്കാരന് ബുദ്ധിമുട്ടിയാലും കഷ്ടപ്പെട്ടാലും ഇവർക്കെന്താ പ്രശ്നം ഇരിക്കുന്നത്? രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ മുതലാളിമാർക്കോ ഉദ്യോഗസ്ഥർക്കോ എന്ത് പ്രശ്നം? അവരെ നേരിട്ട് ബാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ അതാണ് ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്ന് നമ്മൾ ഓർക്കേണ്ടതുമുണ്ട്. അതിനൊരു മാറ്റം ഉണ്ടാവേണ്ടതുമുണ്ട്. അപ്പോൾ എന്തായാലും ഈ തൽക്കാലം ഈ ഒരു ഗുലുമാൽ ഈ രീതിയിൽ ഒന്ന് ഒഴിയുകയല്ല, ഒരു മാറ്റമുണ്ടായി എന്നുള്ളത് പിന്നെ ആശ്വാസജനകമാണ്. അപ്പോൾ ആളുകൾക്ക് വരാൻ പറ്റും. $1,00,000 പ്രശ്നമേ ഉള്ളൂ. അത് വമ്പൻ കമ്പനികൾക്കൊക്കെ അതൊക്കെ കൊടുക്കാനും ആവും. ഇനി ഇടയ്ക്ക് നിൽക്കുന്ന കമ്പനികളുണ്ടല്ലോ, ഈ TCS, പിന്നെ അതുപോലെ തന്നെ ഇൻഫോസിസ്, വിപ്രോ, ഇങ്ങനെ ആളുകളെ കൊണ്ടുവരുന്ന കമ്പനികൾ. അപ്പോൾ അവരുടെ ചൂഷണവും ഒന്ന് കുറയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം $1,00,000 ഇവിടെ ഒരാളെ കൊണ്ടുവന്ന് ജോലിക്ക് കൊടുക്കുന്നു. പക്ഷേ ആ ജോലിക്ക് വരുന്ന ആൾക്ക് ചിലപ്പോൾ 50,000 ആയിരിക്കും ഇവർ കൊടുക്കുന്നത്. എനിക്കറിഞ്ഞുകൂടെ എത്രയാണ് കൊടുക്കുന്നത്, അവരെത്രയാണ് കമ്മീഷൻ എടുക്കുന്നതെന്ന്. അവർക്ക് നിശ്ചിത സംഖ്യ അങ്ങോട്ട് പോയിട്ട് ബാക്കിയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതും ഒരു ചൂഷണമല്ലേ? അതും മാറേണ്ടതില്ലേ? കാരണം ഈ കങ്കാണികൾ പിന്നെ നമ്മുടെ പൈസ എടുത്ത്, അങ്ങനെയാണല്ലോ TCSഉം പിന്നെ ഇൻഫോസിസും ഒക്കെ വമ്പൻ കമ്പനികളായി മാറിയത്, ബില്യനുകൾ ഉള്ള കമ്പനിയായി മാറിയത്. അല്ലാതെ അവർ എന്തെങ്കിലും ഉൽപ്പാദനം നടത്തിയിട്ടല്ല, അവർ ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് ജോലിക്ക് വെച്ചു, അതിൽ നിന്നുണ്ടാകുന്ന പണം. അപ്പോൾ അങ്ങനെയാണ് അവരും തടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനും ഒരു അവസാനം വേണ്ടേ? അവർ
ഇത്ര ശതമാനം സർക്കാർ തന്നെ ഒരു നിയന്ത്രണം ഉണ്ടാക്കണം. അമേരിക്കൻ സർക്കാരും ഇന്ത്യൻ സർക്കാരും ഉണ്ടാക്കണം. ഒരാളെ ജോലിക്ക് കൊണ്ടാൽ ഇത്ര പെർസെൻറ്റേ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പിന്നെ അവരുടെ ജോലിക്ക് കൊണ്ടിരുന്നതിന് ഓഫ് കോഴ്സ് ഒരു പെർസെൻറ്റേജ് എടുക്കാം. പക്ഷേ അത് ഈ അന്യായമായ തുക അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ആ ഒരു സംവിധാനത്തിനും ഒരു മാറ്റം വേണ്ടേ? ആ ചൂഷണവും ഒന്ന് അവസാനിക്കേണ്ടതല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഉത്തരവുകൾ, ഇതിൻ്റെ ഈ വ്യാഖ്യാനം കടലാസിൽ വരണം. അത് ഉത്തരവുകളായിട്ട് പ്രഖ്യാപിച്ച് വരുമ്പം അതിൻ്റെ ആ ഗൈഡ് ലൈൻസ് വരുമ്പം ആണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുക എങ്ങനെയൊക്കെയാണ് അത് വർക്കൗട്ട് ചെയ്യുക, ഏതെല്ലാം രീതിയിലാണ് നമ്മളെ ബാധിക്കുക എന്നുള്ളത്. എന്തായാലും നമ്മുടെ ഈ ഇന്ത്യക്കാരെയൊന്നും ഇവിടെ അത്ര സ്വാഗതമല്ല എന്നുള്ളൊരു സന്ദേശമാണിത് തരുന്നത്. അത് ഒന്ന് നമ്മുടെയൊക്കെ മനസ്സിലൊന്ന് ഉൾക്കൊള്ളുന്നത് നല്ലത് തന്നെ.